ഹായ് ഗായ്സ്, നമുക്കിന്ന് സോയാബീൻ പൊരിച്ചെടുക്കാം. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പൊരിക്കുന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുക. അത് വേണ്ടി ഞാൻ നന്നായിട്ട് രാവിലെ പൊതിർത്തിയാണ് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും 8:30 ആകുമ്പോഴേക്കും കേട്ടോ. 9 മണിക്ക് ആകുമ്പോഴത്തേക്ക് റെഡി ആവാൻ വേണ്ടി 8:30 ആകുമ്പോഴത്തേക്ക് ഞാനെടുത്തിട്ട് നന്നായി മുറിച്ച് അതിലുള്ള വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂടി സുറുക്ക കേട്ടോ, വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗരം മസാല. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ അരിപ്പൊടി, കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അരിപ്പൊടിയാണ് ഇട്ട് നല്ല ക്രിസ്പി ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സാധനം ഇട്ട് കൊടുത്ത് പാത്രം നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ സെറ്റായി വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ കുഴച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കാശ്മീരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അരിപ്പൊടിയും കൂടെ ഉള്ളത് കൊണ്ടാണ് നല്ല ക്രിസ്പി ആയി കിട്ടുക, അല്ലാണ്ട് അത്ര ക്രിസ്പി ആയി കിട്ടില്ല. അപ്പം മക്കൾക്ക് കൊടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അവർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്, പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2-3 കറിവേപ്പിലിൻ്റെ ഇതളും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, ആ ഒരു ഫ്ലേവറും കൂടെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ട് തന്നെ അതിന് നല്ല ചുവപ്പ് കളറും കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് നല്ല മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നിങ്ങൾ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.